നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിദ്യ അഭ്യസിക്കുന്ന ഒരു മുറിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതും കുട്ടികൾക്ക് അറിവും വെളിച്ചവും പകർന്നു നൽകേണ്ട അധ്യാപകരുടെ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഒരു സർക്കാർ സ്കൂളിലെ ക്ലാസ് മുറിക്കുള്ളിൽ വെച്ച് സഹപ്രവർത്തകരായ അധ്യാപകർ ചുംബിക്കുന്നതിൻ്റെയും അവർ കെട്ടിപ്പിടിക്കുന്നതിൻ്റെയും ആ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ ഇരുവർക്കുമെതിരെ സസ്പെൻഷൻ നടപടിയും എടുത്തിരിക്കുകയാണ് അധികൃതർ. കാരണം അതൊരു സ്കൂളിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നതും. അതും ഡ്യൂട്ടി ടൈമിലാണ് ഈ ഒരു ദൃശ്യങ്ങൾ അവിടെ നടന്നതായിട്ടുള്ള പ്രചരിക്കുന്നത്. പുരുഷ അധ്യാപകൻ്റെ ഭാര്യയാണ് സ്കൂൾ മുറിയിൽ രഹസ്യമായി ഈ ക്യാമറ സ്ഥാപിച്ചതെന്നും ഈ ചിത്രങ്ങൾ അങ്ങനെ പതിഞ്ഞതും പിന്നീടത് വൈറലായതാണെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവം വലിയ രീതിയിൽ വിവാദമാവുകയും രക്ഷിതാക്കളും നാട്ടുകാരും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അധ്യാപകരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ വിദ്യാഭ്യാസ അധികൃതർ മോശം പെരുമാറ്റവും അന്തസ്സിന്റെ ലംഘനവും ചൂണ്ടിക്കാട്ടി 2 അധ്യാപകരെയും സസ്പെൻഡ് ചെയ്തെന്നും റിപ്പോർട്ടുകളുണ്ട്. ഉത്തർപ്രദേശിലെ കനൌജ് ജില്ലയിലെ സാരിക് ബ്ലോക്കിന് കീഴിലുള്ള ബജേദി ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലാണ് നാണക്കേടുണ്ടാക്കിയ ഈ സംഭവം അരങ്ങേറിയത്. ഇവിടുത്തെ അസിസ്റ്റന്റ് അധ്യാപകനും വനിതാ അസിസ്റ്റന്റ് അധ്യാപികയുമാണ് ദൃശ്യങ്ങളിലുള്ളത്. പ്രചരിക്കുന്ന വീഡിയോകളിൽ ഇരുവരും ശൈത്യകാല വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് എന്നതിനാൽ സംഭവം നടന്നത് ഏതാണ്ട് കഴിഞ്ഞ ശൈത്യകാലത്താണെന്നാണ് കരുതുന്നത്. ക്ലാസ് മുറിയിലെ കസേരയിൽ ഇരിക്കുകയായിരുന്ന വനിതാ അധ്യാപികയെ പുരുഷ അധ്യാപകൻ ചുംബിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. സഹപ്രവർത്തകയുമായുള്ള ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് അധ്യാപകന്റെ ഭാര്യ തന്നെയാണ് സ്കൂൾ അധികൃതർ അറിയാതെ ക്ലാസ് മുറിയിൽ രഹസ്യ ക്യാമറ സ്ഥാപിച്ചത്. ഇരുവരും ക്ലാസ് മുറിക്കുള്ളിൽ വെച്ച് ചുംബിക്കുന്ന നിരവധി വീഡിയോകളാണ് ഇത്തരത്തിൽ പുറത്തു വന്നത്. പ്രൈമറി, അപ്പർ പ്രൈമറി ക്ലാസുകൾ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിലെ അധ്യാപകരുടെ ദൃശ്യങ്ങൾ വൈറലായതോടെ രക്ഷിതാക്കൾ സ്കൂളിലെത്തി വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജൂലൈ 13-ന് ജില്ലാ ബേസിക് എഡ്യൂക്കേഷൻ ഓഫീസർ സന്ദീപ് കുമാർ വിഷയത്തിൽ ഇടപെടുകയും ആരോപണങ്ങളെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിക്കാൻ സൗരിക്കിലെ ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ വിശ്വനാഥ് പതക്കിന് നിർദ്ദേശം നൽകുകയും ചെയ്തത്. അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ മോശം പെരുമാറ്റവും തൊഴിലിന്റെ അന്തസ്സിന് നിരക്കാത്ത ലംഘനവും ചൂണ്ടിക്കാണിച്ചാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് അധികൃതർ ഉത്തരവിറക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും, കാരണം നിരവധി ചെറിയ കുട്ടി ക്ലാസ്സുകൾ മുതൽ വലിയ കുട്ടികൾ വരെ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവിടെയാണ് ഇത്തരത്തിൽ അധ്യാപകർ ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തോ ആകട്ടെ, പക്ഷേ ഒരു വിദ്യ അഭ്യസിക്കുന്ന ഒരു സ്കൂളുകളിൽ നിരവധി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളുകളിൽ അവർക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കേണ്ട അധ്യാപകർ തന്നെ ഇത്തരത്തിൽ ഒളിച്ചും പാത്തും ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് ആ സ്കൂളിൻ്റെ അന്തസ്സിനും ആ അധ്യാപക ജോലി എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിക്കും വളരെ മോശമുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. ഏതായാലും മാതൃകാപരമായിട്ടുള്ള നടപടികൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവരെ തിരിച്ച് ഇതേ സ്കൂളുകളിൽ എടുക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും കൂടുതൽ വിശദാംശങ്ങൾ വന്നിട്ടില്ല. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സ്കൂളിന് നേരെ ഉയരുന്നത്. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളടക്കം ആശങ്ക അറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സമീപത്തുള്ള നാട്ടുകാരും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തിയിരിക്കുന്നത്.